ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും സ്പിരിച്വൽ ജേണിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ അമ്പലത്തിൽ പോയി വന്നത് കേട്ടോ. നമ്മളെ വീടിൻ്റെ അടുത്ത് നല്ല വലിയൊരു അമ്പലമുണ്ട്, മഹാവിഷ്ണു ക്ഷേത്രം, കാനത്തൂർ മഹാവിഷ്ണു ക്ഷേത്രം എന്ന പേര്. അമ്പലത്തിനെ റിലേറ്റഡ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങളിപ്പോൾ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പ്രാർത്ഥിക്കുക? ലൈക്ക് നിങ്ങൾ ആഗ്രഹങ്ങൾ കുറേ ലിസ്റ്റായിട്ട് പറയുകയാണോ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളെ വിഷമങ്ങൾ ഭഗവാന്റെ ഷെയർ ചെയ്യുകയോ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളെ ഹേർട്ട് ചെയ്ത ആൾക്കാരെ പറ്റി അവരെന്നെ അങ്ങനെ ചെയ്തു എനിക്ക് ഒത്തിരി വിഷമമായി, അങ്ങനത്തെ ടോപ്പിക്കാണോ നിങ്ങൾ ഷെയർ ചെയ്യുക? വാട്ട് ഡു യു പ്രേ? നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കാം? ഒരു കുറച്ച് കൊല്ലങ്ങൾക്ക് മുന്നേ, പത്ത് കൊല്ലങ്ങൾക്ക് മുന്നേ ഇപ്പൊ ഞാൻ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് വലിയൊരു ലിസ്റ്റ് ഉണ്ടാവും. അത് ഇത് അങ്ങനെ വേണം, ഇങ്ങനെ വേണം, അതാവണം, ഇതാണ് ചാന ചേന മാങ്ങ ചക്ക എന്നൊക്കെ വലിയൊരു ലിസ്റ്റ് ഉണ്ടാവും. ആൻഡ് ഓൾസോ ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരങ്ങനെ ചെയ്തു വിട്ടോ എന്നുള്ള ആ ഒരു പരാതിയും ഉണ്ടാവും. ഇതാണ് ഞാനൊരു കുറെ കൊല്ലങ്ങൾക്ക് മുന്നേ എൻ്റെ പ്രാർത്ഥന എൻ്റെ അമ്പലത്തിൽ പോക്കുന്ന വെച്ചാൽ ഇങ്ങനെയായിരുന്നു. പിന്നെ അത് മാറി എന്ന് വെച്ചാൽ സ്പിരിച്വാലിറ്റിനെ പറ്റി കൂടുതൽ അറിയാൻ തുടങ്ങിയപ്പോഴും സ്പിരിച്വൽ ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോഴും അങ്ങനെയല്ല വേണ്ടത് മനസ്സിലായി. എൻ്റെ ഗുരുക്കന്മാരിലൂടെയും ഞാൻ വായിച്ച ബുക്കിലൂടെയെല്ലാം മനസ്സിലായി അങ്ങനെയല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒന്നും പ്രാർത്ഥിക്കാൻ പാടില്ല. ലൈക്ക് അത് വേണം, ഇത് വേണം, ഇത് വേണം, അത് വേണം എന്നൊന്നും നമ്മൾ പറയാൻ പാടില്ല. വി ഹാവ് ടു ഓഫർ ലവ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മൾ നന്ദി പറയാം. നിങ്ങളുടെ സിറ്റുവേഷൻ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ഒത്തിരി സ്ട്രഗ്ലിങ്ങിലായിക്കോട്ടെ, നിങ്ങൾക്ക് പല പല പ്രോബ്ലംസ് ഉണ്ടാവാം, നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങൾ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഡേറ്റി, ഭഗവാന്റെ മുന്നിൽ നിൽക്കുക, ഭഗവാനെ നോക്കുക, ഓപ്പൺ ആംസ്, കൈ ഇങ്ങനെ വെക്കുക. ഇങ്ങനെയല്ല കേട്ടോ. ലൈക്ക് ഓപ്പൺ പാം, കൈ രണ്ടും തുറന്നു വെച്ചിട്ട് പറയാ, താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ ലവ്, ബ്ലെസ്സിങ്, പ്രൊട്ടക്ഷൻ. താങ്ക് യു സോ മച്ച് ഫോർ അബണ്ടൻസ് ബ്ലെസ്സിങ്. ഇത്ര മാത്രം നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ എന്തോ ആയിക്കോട്ടെ നിങ്ങൾ ഫേസ് ചെയ്യുന്നത്, ബട്ട് ഒരിക്കലും ആ പരാതിയോ പരിഭവമോ വിഷമങ്ങളോ ഒന്നും അവിടെ പോയിട്ട് ഭഗവാന്റെ വിഗ്രഹത്തിനെ നോക്കി നിങ്ങൾ ചടപ്പറ പറയരുത്. അപ്പോൾ ഇപ്പം ചില സമയത്ത് ഞാൻ പോയിട്ട് ഭഗവാന്റെ ഒക്കെ ലവ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഓഫർ ചെയ്യുന്ന സമയത്താണെങ്കിലും കണ്ണിന്ന് ചിലപ്പോൾ ഇങ്ങനെ കുടുകുടുകുടുന്ന് വെള്ളം വരും. നമുക്ക് ഇമോഷൻ പലതും ഉണ്ടാവുമല്ലോ. ബട്ട് സ്റ്റിൽ എത്ര വിഷമത്തിലാണെങ്കിലും ഞാൻ പോയിട്ട് അങ്ങനെ പറയാമല്ലോ. ബട്ട് അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രോബ്ലം കൂടി വരും. ബിക്കോസ് യൂണിവേഴ്സൽ ലോ എന്ന് വെച്ചാൽ നിങ്ങൾ എന്താണോ അതാ നിങ്ങൾക്ക് തരാം. ലൈക്ക് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യാനില്ലേ, അതേപോലെ തന്നെയാണ്. പിന്നെ ജസ്റ്റ് ലുക്ക് ദ ഡേറ്റി, വിഗ്രഹത്തിനെ നോക്കുക, ആ ഒരു ചൈതന്യം റിസീവ് ചെയ്യാം. എന്താ വെച്ചാൽ യൂണിവേഴ്സിൽ നിന്ന് അവിടെയുള്ള വിഗ്രഹത്തിന്റെ മേലേക്ക് ചൈതന്യം ഫ്ലോ ചെയ്യുന്നുണ്ട്. ആ ചൈതന്യം നമുക്ക് കാണില്ലെന്നേ ഉള്ളൂ. ഇപ്പൊ നല്ല ഹീലിംഗ് അറിയുന്ന ആൾ, നല്ലൊരു മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും അവിടെ പോയി നിന്ന് രണ്ട് കൈ അവർ തുറന്ന് രണ്ട് കൈ ഇങ്ങനെ വെച്ച് നിന്ന് അവർക്ക് ആ ചൈതന്യം അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇപ്പം ഹീലിംഗും മെഡിറ്റേഷൻ ഒന്നും ചെയ്യാത്ത ഒരാളാണെങ്കിൽ അവർക്കത് ഫീൽ ചെയ്യാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ആ ഒരു എനർജി അവിടുന്ന് ഫ്ലോ ആവുന്നുണ്ട്. ആ ഒരു ഇന്റൻഷൻ വെച്ചിട്ട് നിങ്ങൾ രണ്ട് കൈ നീട്ടി ലവ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് പാർട്ട് യു റിസീവ്. ഇമാജിൻ ദാറ്റ് യു ആർ റിസീവിംഗ് ദാറ്റ് പോസിറ്റീവ് എനർജി ഇൻ ടു യോർ ഓറ, ഇൻ ടു യോർ ചക്രാസ്, ഇൻ ടു യോർ, നിങ്ങളുടെ ആത്മാവിലേക്ക്, നിങ്ങളുടെ ശരീരത്തിലേക്ക്, നിങ്ങളുടെ മനസ്സിലേക്ക്, നിങ്ങളുടെ ബുദ്ധിയിലേക്ക്, നിങ്ങളുടെ ഓറയിലേക്ക് റിസീവ് ദാറ്റ് ചൈതന്യം. ആ ഒരു ബ്ലെസ്സിങ്ങിനെ നിങ്ങളിലേക്ക് റിസീവ് ചെയ്യും. ഇമാജിൻ ദാറ്റ്. എന്നിട്ട് നിങ്ങൾ നോക്ക് നിങ്ങളുടെ ലൈഫിലത്തെ മാറ്റം എത്ര മാത്രമുണ്ട്. പണ്ട് അമ്പലത്തിൽ പോയിട്ട് പല പരാതിയും പല വിഷമങ്ങളും പല ആഗ്രഹങ്ങളും പറയുന്നതും ഇങ്ങനെ പോയിട്ട് അമ്പലത്തിലെ ദൈവത്തോട് നന്ദി പറ്റൂ, ആ എനർജി റിസീവ് ചെയ്യുന്ന തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ നോക്കി നോക്ക്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അമ്പലത്തിൽ പോയി വന്നുകൊണ്ട് ഞാൻ വിചാരിച്ചത് ഈ ഒരു കാര്യം ഷെയർ. ആൻഡ് ഓൾസോ വൺ മോർ തിങ്, നമ്മൾ ഒരുവിധ എല്ലാ അമ്പലത്തിലും ആൽമരം ഉണ്ടാവല്ലോ. ആൽമരത്തിന് നിങ്ങൾ 7 times റൊട്ടേറ്റ് ചെയ്യണം. സ്ലോലി ഇട്ടാ ഓരോ കാല് വെക്കുമ്പോഴത്തും ആ കംപ്ലീറ്റ് കാലവിടെ വെച്ച് അത് ആ ഒരു എനർജി അവിടെ നമ്മൾ ഫുൾ എനർജി അവിടെ ആയിക്കഴിഞ്ഞതിന് ശേഷം മറ്റേ കാലെടുത്ത് വെക്കും. മീൻസ് നമ്മൾ ഒത്തിരി മെല്ലനെ നടക്കുന്നത്, അല്ലാണ്ട് ഭയങ്കര സ്പീഡിൽ ചടപ്പട നമ്മൾ നടക്കരുത്. അത് നമ്മൾ കാലിന്റെ മടമ്പ് ഭാഗം ടക്ക് കുത്തിയിട്ട് നടക്കുന്നില്ലേ, അങ്ങനെ ചെയ്യരുത്. നല്ല പയ്യെ കാല് വെച്ചിട്ട് നമ്മളെ കാല് ഫുൾ പതിഞ്ഞതിന് ശേഷം മാത്രം മറ്റേ കാല് വെച്ച് നടക്കണം. ബിക്കോസ് നമ്മളുടെ നെഗറ്റിവിറ്റി ഗ്രൗണ്ട് ആവണം, നമുക്ക് അവിടുന്ന് പോസിറ്റീവ് എനർജി കിട്ടണം. അതിനാണ് അങ്ങനെ നടക്കാൻ പറ്റും. പിന്നെ മാക്സിമം നമ്മൾ കുറെ ആൾക്കാരെ കൂടി കുറെ ഫ്രണ്ട്സിനെ കൂടി പോകുമ്പോൾ അമ്പലം ചുറ്റുന്ന സമയത്തോ അമ്പലത്തിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് വർത്താനം പറഞ്ഞോ തമാശ പാട്ടൊന്നും പോകാണ്ട് കഴിയുന്നത്ര അവിടുത്തെ എനർജി മനസ്സിലാക്കണം. അവിടുത്തെ പീസ്, അമ്പലത്തിനുള്ളിൽ വേറെ തന്നെ ഒരു അന്തരീക്ഷമാണല്ലോ,
ആ ഒരു പീസ് നിങ്ങളിൽ അബ്സോർവ് ചെയ്യും. നിങ്ങൾ ആത്മാവിലേക്കും അബ്സോർവ് ഇൻ ഓറ, അബ്സോർവ് ഇൻ വിത്തിൻ യോർ സെൽഫ്. നിങ്ങൾ ഉള്ളിലേക്ക് ആ ഒരു ചൈതന്യം നിങ്ങൾ അബ്സോർവ് ചെയ്യും. ഇങ്ങനെ ചെയ്യും. ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര പീസ്ഫുൾ അമ്പലത്തിൽ പോയി കഴിഞ്ഞാലും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. നമോ ഹിമാലയ.